നമുക്ക് ഇന്ന് പ്രാർത്ഥനയെ പറ്റി നോക്കാം. ദൈവസ്നേഹത്തിൽ നിന്ന് വരുന്ന പ്രാർത്ഥന എങ്ങനെയിരിക്കുമെന്ന് 1 യോഹന്നാൻ 5-ാം അധ്യായത്തിന്റെ 14-15 വാക്യങ്ങൾ നമുക്ക് നോക്കാം. അവന്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നുള്ളത് നമുക്ക് അവനോടുള്ള ധൈര്യമാകുന്നു. നാം എന്തപേക്ഷിച്ചാലും അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നറിയുന്നുവെങ്കിൽ അവനോട് കഴിച്ച അപേക്ഷ നമുക്ക് ലഭിച്ചു എന്നും അറിയുന്നു. ഇത് വളരെ സിമ്പിളാണ്. അതായത് ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം, ദൈവത്തിന്റെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ നമ്മൾ അവനെ സ്നേഹിക്കുക, നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുക. അതാണ് ദൈവത്തിന്റെ ഇഷ്ടം. ആ ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം നമ്മൾ എന്തപേക്ഷിക്കുന്നോ ആ അപേക്ഷ ദൈവം കേൾക്കുന്നു, അതിനുള്ള ഉത്തരം ദൈവം നൽകിയിരിക്കുന്നു എന്ന് വിശ്വസിക്കുകയും ചെയ്യണം. അപ്പൊ അത് നമ്മൾ വിശ്വസിക്കണമെങ്കിൽ ദൈവത്തിന് നമ്മളോട് സ്നേഹമുണ്ട്, നമുക്ക് ദൈവത്തോട് സ്നേഹമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ മറ്റുള്ളവരോട് സ്നേഹം വേണം. നമ്മുടെ പ്രാർത്ഥനാ ജീവിതം എന്ന് പറയുന്നത് അയ്യോ എൻ്റെ അക്കൗണ്ടിൽ മുഴുവൻ പൈസ നിറയ്ക്കണമേ, എൻ്റെ ആവശ്യങ്ങൾ നടത്തണമേ, എല്ലാം എനിക്ക് എന്ന് പറയുന്നത് മറ്റുള്ളവരോട് സ്നേഹം കാണിക്കുന്നില്ല. അത് തന്നോടുള്ള സ്നേഹം മാത്രമേ കാണിക്കുന്നുള്ളൂ, അല്ലേ? അപ്പോൾ മറ്റുള്ളവരുടെ അടുത്തുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ രോഗശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിക്കോട്ടെ, മറ്റുള്ളവർക്ക് വേണ്ടി അനുഗ്രഹമാകാൻ വേണ്ടി. ഇപ്പോൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ ഒത്തിരി പൈസ വേണം, യെസ്, നമ്മുടെ ആവശ്യങ്ങൾ നിറവേറണം. അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ളവർക്ക് അനുഗ്രഹമുള്ളവരായി മാറണം എന്ന ഒരു ആറ്റിറ്റ്യൂഡ്. ദൈവം അതാണ് നമ്മുടെ മനസ്സ് നോക്കുന്നത്. ദൈവം നമ്മുടെ ഹൃദയമാണ് നോക്കുന്നത്. നമ്മൾ എന്ത് പുറമേ ചെയ്യുന്നു പറയുന്നു എന്നുള്ളതല്ല, നമ്മുടെ ഹൃദയം, നമ്മുടെ ആറ്റിറ്റ്യൂഡ്സ് അതെന്താണ് എന്നാണ് ദൈവം നോക്കുന്നത്. അപ്പോൾ അത് ആശ്രയിച്ച് നമ്മൾ ഈ വചനം നോക്കിക്കഴിഞ്ഞാൽ ദൈവത്തിന്റെ ഇഷ്ടം, ദൈവത്തിനെ ഇഷ്ടപ്പെടുക, അവന്റെ സ്നേഹം അറിയുക, അതുപോലെ തന്നെ മറ്റുള്ളവരോടും ആ സ്നേഹം കാണിക്കുക. ഇതാണ് ദൈവത്തിന്റെ ഇഷ്ടം. ആ ഇഷ്ടപ്രകാരം നമ്മൾ എന്ത് ചോദിക്കുകയോ എന്ത് നമ്മൾ അപേക്ഷിക്കുകയോ ചെയ്താൽ അതിനുള്ള ഉത്തരം ലഭിച്ചു എന്ന് കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് ധൈര്യത്തോടെ മുന്നോട്ട് പോകാം എന്നാണ് ഈ 2 വാക്യങ്ങളും പറയുന്നത്. അതുകൊണ്ട് ഇന്ന് ഞാൻ നിങ്ങളെ എൻകറേജ് ചെയ്തോട്ടെ, നമ്മൾ എന്ത് ആവശ്യത്തിനായാലും ദൈവത്തോടുള്ള സ്നേഹത്തോടും മറ്റുള്ളവരോടുള്ള സ്നേഹത്തോടും നമ്മൾ ദൈവത്തിന് മുമ്പിൽ പോയി അപേക്ഷിച്ചാൽ നമ്മുടെ എല്ലാ പ്രാർത്ഥനകൾക്കുള്ള ഉത്തരം ഉറപ്പായിട്ടും ദൈവത്തിൻ്റെ പക്കൽ നിന്ന് ലഭിക്കും. ഇത് ഞാൻ പറഞ്ഞതല്ല, വചനത്തിലുണ്ട്, അത് സത്യമാണ്. ബൈ. ബൈ.